വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോറി, അതിങ്ങനെ കൈ നീട്ടിയപ്പോൾ ഇവിടെ ലൈറ്റ് ഉണ്ട് കണ്ടോ, അവിടെ പോയി ഇടിച്ച്. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ കറണ്ട് പോക്കാണ്, കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഈവനിങ് വ്ളോഗാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും കാണില്ല. പിന്നെ ഇപ്പം എനിക്ക് പഠിക്കാനുള്ള ടൈമാണ്, അപ്പോൾ നമുക്ക് എന്തായാലും പഠിക്കുന്ന കാര്യങ്ങളുണ്ടാകും, ഫുഡ് ഉണ്ടാകും, ഞാനും ഉണ്ടാകും, പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ചെറിയ കുട്ടി ഈവനിങ് വ്ളോഗാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഗായ്സ്, കറണ്ട് പോയി ഗായ്സ്. വീഡിയോ എടുത്തങ്ങ് താത്തി വെച്ചപ്പോഴത്തേക്കും കറണ്ട് അങ്ങ് പോയി. സോ നമ്മൾ കറണ്ട് വരാൻ വെയിറ്റ് ചെയ്യാണ്. മമ്മി ഞാനൊന്ന് ചോറ് കൊടുക്കാൻ വേണ്ടി പോയിക്കാം. അകത്ത് കയറി ചെന്നപ്പോൾ അതാ മമ്മി ആനൂന് ഫുഡ് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അവനെങ്ങനെയെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനായിട്ട് നല്ല മിടുക്കനാണെന്ന് വെച്ചാൽ അത്ര മിടുക്കനൊന്നും അല്ല കേട്ടോ. കഴിക്കുകയല്ല, അവന് കഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ആകെ ഒരു മൂഡ് വന്നാൽ മാത്രമേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കഴിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലതൊന്നും ചിലപ്പോൾ കഴിക്കില്ല, ചിലപ്പം അങ്ങനെ. അവൻ എല്ലാത്തിനും ഇറച്ചിക്കും മീനിനൊക്കെ മീമെന്നാണ് പറയണേ. അപ്പം മീനോട് ഇറച്ചിയും മീനൊക്കെ ഇഷ്ടമാണ്, എന്നാലും അവനങ്ങനെ എല്ലാം വാരി കഴിക്കുന്ന ടൈപ്പോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. കുറച്ച് മല്ല പിടിച്ച പണിയാണ്, എന്നാലും പുള്ളീനെ ഇരുത്തി എങ്ങനെയൊക്കെ കഴിപ്പിക്കും. അതിനുശേഷം ഞാൻ ഇവിടെ ഈ സാധനം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഞാനൊരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കും. സ്മൂത്തി അല്ല, ഷെയ്ക്ക് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഒരു നല്ലൊരു ഹെൽത്തി ഷെയ്ക്കാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജസ്റ്റ് പഴവും പാലും പിന്നെ ഈന്തപ്പഴവും കൊക്കോ പൗഡറും വേണമെങ്കിൽ തേന അല്ലെങ്കിൽ പഞ്ചസാര, നിങ്ങൾക്ക് എന്ത് വേണം ചെറുക്കായിട്ട് അടിച്ച് കുടിക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് തണുപ്പ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ്റെ ഇടയ്ക്ക് ഞാനും വന്നു കേട്ടോ. ഞാനും എന്തോ പറഞ്ഞ് ഉടുപ്പ് ഊരിക്കുകയാണ് എന്നെ കൊണ്ട്. ഇത് എന്ത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തോ പുള്ളി പറഞ്ഞു, അത് കഴിഞ്ഞാലാണ് ഞാൻ ഈ ഉടുപ്പൊക്കെ ഊരി കൊടുത്തത്. അതിനുശേഷം അവൻ തന്നെ എന്തോ കാണിച്ചിട്ട് അങ്ങോട്ട് നടന്നു പോവാണ്. അവൻ എന്തോ കാണിക്കേണ്ടത്, പാൻറ് ഊരുവാണോ എന്തോ ചെയ്യുകയാണ് പുള്ളി. അതിന് ശേഷം ഞാൻ പഠിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. പഠിക്കാൻ വേണ്ടി ഇരിക്കാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ് സ്കെയിലൊക്കെ പിടിച്ചിട്ട് അസൈൻമെൻറ്റ് എഴുത്താണ് കേട്ടോ. അപ്പം നമ്മുടെ നഴ്സിംഗ് പഠിക്കുന്നവർക്ക് അറിയായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്, റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. സോ അതിൻ്റെ ഒരു പാർട്ടായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എക്സാമിന് ചെല്ലുമ്പോൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എന്താ ഈ സ്മൂത്തിയും കുടിക്കുകയാണ്. എനിക്ക് ആ സ്മൂത്തി ഭയങ്കര ഒരു റിഫ്രഷിങ്, ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്തേക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം എനിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയത് നോക്കിയിട്ട് വേണം, കാരണം എല്ലാം ഞാൻ ആദ്യമായിട്ട് എടുക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കുറേ നേരം ഇരുന്ന് എഴുതി കഴിഞ്ഞപ്പോൾ ഉണ്ണി വന്നു കേട്ടോ. ഉണ്ണി വന്നു, പിന്നെ ചായ കുടിക്കുന്ന സമയമായപ്പോൾ ഞാനും കളർ ചെയ്യാണ്. ഉണ്ണിയുടെ മടിയിൽ ഇരുന്നിട്ട് ഞാനും എന്തൊക്കെയോ പറയുന്നുണ്ട്, ആ കളർ എടുക്കുക ഈ കളർ എടുക്കുന്ന. ഉണ്ണി എന്തൊക്കെയോ പറയുന്നുണ്ട്, ആ കളർ എടുക്കുക, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ. അവർക്ക് അങ്ങനെ എന്താ പറയുക, അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഉണ്ണി വല്ലപ്പോഴും ഒക്കെ ഒച്ചയെടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിലും ഇഷ്ടമല്ല ഒച്ചയെടുക്കുന്ന കാര്യങ്ങളൊന്നും. അപ്പം അവന് പപ്പ 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 എന്നൊരു ഭയങ്കര ഒരു ഇഷ്ടമാണ് എപ്പോഴും. അപ്പോൾ മമ്മി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇത് കൊണ്ട് തന്നു. എന്താ ഇതിന് പറയാൻ, എള്ളുണ്ട. ഈ സാധനമാണെങ്കിൽ കടിച്ചിട്ട് പൊട്ടുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ എൻ്റെ ജോലയും തൊട്ട് വേദന തുടങ്ങി ഈ സാധനം കടിച്ചിട്ട്. ഒരുമാതിരി കട്ടുകഴപ്പൊക്കെ എടുക്കത്തില്ലേ, അത് കണക്കായി ഈ സാധനം. എന്ത് ചെയ്താൽ കടിച്ചിട്ട് പൊട്ടൊന്നുമില്ല, വായിലിട്ടിട്ട് ചവയ്ക്കാനും വയ്യ, അങ്ങനെ ഒരു. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇരുന്ന് പഠിച്ച് അവസാനം ഭ്രാന്ത് മൂത്ത് ഞാൻ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. പഠിച്ചല്ല, എഴുതിയെന്ന് വേണമെങ്കിൽ പറയാം, പഠിത്തൊന്നും ഉണ്ടായിരുന്നില്ല. എഴുതിയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ എഴുതാനായിട്ട്. എന്നാലും ഞാൻ മാക്സിമം എല്ലാം നേരത്തെ എഴുതി തീർക്കാനൊക്കെ നോക്കും കേട്ടോ. ചിലതൊക്കെ നടക്കും, ചിലതൊന്നും നടക്കില്ല. കുറേ അങ്ങോട്ട് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മൊത്തത്തിലും ഭ്രാന്ത് മൂത്തു. അവസാനം ഞാൻ എല്ലാം എടുത്ത് വെച്ച് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു സിബപ്പ് എടുത്ത് കഴിച്ചു. ഉണ്ണി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ സിബപ്പ് എനിക്ക് തണുത്ത കൂൾ ഡ്രിങ്ക്സുകളോട് ഭയങ്കര താല്പര്യമാണ്, ശർക്കര ഷേക്ക് അങ്ങനത്തെ സാധനത്തിനോടൊക്കെ. അതുകൊണ്ട് ഈ സിബപ്പ് കഴിക്കുമ്പോൾ തന്നെ എനിക്കൊരു എനർജി കയറിയ പോലെ എന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് എനിക്ക് ആ സാധനം കഴിക്കണേ. അത് കഴിക്കാനൊരു രസമല്ലേ. പിന്നെ ഞാൻ ആ എനർജി തന്നെ ഞാൻ പോയി ചൂലെടുത്തിട്ട് പെരി അടിക്കാൻ തീരുമാനിച്ചു. കാരണം നന്നായിട്ട് ഇങ്ങനെ പൊടി കിടക്കായിരുന്നു. എനിക്കറിയില്ല എവിടെ നിന്നാണ് ഇമാതിരി പൊടി വരുന്നത് എൻ്റെ പെരയിൽ നിന്ന്. ഇത് കരിഞ്ജീരകം, ഉലുവയും പിന്നെ സാദാ ജീരകയിലും, അത് രണ്ടും അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ട് പൊടിച്ച് വയ്ക്കാൻ പോകണം കേട്ടോ. ഇതിൻ്റെ വെള്ളം നമ്മുടെ അങ്ങനെ വറുത്തെടുത്ത് പൊടിച്ചിട്ട് നമ്മൾ കുടിക്കുന്നത് നല്ല. ഈ വെള്ളം കുടിക്കുന്നത് നല്ല. നമ്മുടെ സമയം കണ്ടു 10:20. സ്റ്റിൽ ഞാൻ കുളിച്ചിട്ടില്ല. എന്താ കുളിക്കാത്തതെന്ന് ചോദിച്ചാ എനിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാൻ എഴുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പണിക്കൊക്കെ പോയത്. സോ അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. യെസ്. പിന്നെ ഇത് പൊടിച്ച് വെച്ചിട്ട് പോയി കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി കിടക്കും. ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. ഒരു 11 മണി ആകുമ്പോഴത്തേക്കും എന്തായാലും എല്ലാ പരിപാടിയും തീർന്ന് ഞാൻ കിടക്കും. എല്ലാം കഴിഞ്ഞു. ഫുഡ് കഴിക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞു. യാനുവിൻ്റെ ഫുഡ് കഴിക്കലും കുളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം
യാ സോ നമുക്കത് പൊടിച്ചിട്ട് നമുക്ക് പോയിട്ട് കുളിക്കുന്ന പരിപാടിയിലായിട്ട് കിടക്കാം. നമ്മൾ മിക്സിയിലായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്, ഇതിപ്പോൾ ചൂടായിട്ടിരിക്കുകയാണ്, അപ്പോൾ കറക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടും. എന്ന് വെച്ചാൽ പണ്ട് എനിക്ക് ഇതുപോലത്തെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ദാൽഗോണ കോഫി ഭയങ്കര ഫേമസ് ആയിരുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ അടിക്കുന്ന ആ സാധനം ഇല്ലായിരുന്നു. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പി ഉണ്ടാക്കിയിട്ട് പാല് ചൂടാക്കിയിട്ട് അങ്ങനെ തന്നെ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് പൊട്ടിത്തെറിച്ച്, മിക്സിയില്ല എന്ന് വെച്ചാൽ അടപ്പിങ്ങനെ പ്രഷർ കയറിയിട്ട് പൊട്ടി ഫുൾ സ്ഥലത്ത് ഇങ്ങനെ ആയി. അപ്പോൾ ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. സോ ഞാൻ ആദ്യം പോയി കുളിച്ചിട്ട് വന്നിട്ട് ഈ അരപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തായാലും. അപ്പോൾ ഞാൻ എന്തായാലും പോയി കുളിക്കട്ടെ. ഇപ്പം താണ്ട സമയം ഏകദേശം 11:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവൻ എന്താ ചാടി കളിക്കുകയാണ്. അവൻ്റെ പപ്പ ഉറങ്ങിക്കഴിഞ്ഞു. അവൻ ഇപ്പോഴും ടൈലിലൊക്കെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം തന്നെ പോയി കിടന്നുറങ്ങിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ ചോറിനാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവൻ തന്നെ പോയി കിടന്നുറങ്ങി. അവൻ എന്തായാലും പപ്പയുടെ അടുത്ത് ഉറക്കാൻ കൊണ്ട് തൂങ്ങി കുറേ നേരം എന്നെ വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ വരുന്നില്ല എന്നുണ്ടപ്പോൾ കൊച്ചു തന്നെ പോയി. പിന്നെ ഞാൻ എന്താ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. ഒരു മീൻ വറുത്തതും തൈരും ഉണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആ കോമ്പിനേഷൻ. മോരിൻ്റെ കൂടെ ഞാൻ മീൻ വറുത്ത് കഴിക്കും കേട്ടോ. അപ്പം ഞാൻ അവനോട് ഒരു കുപ്പി വെള്ളം എടുത്താൽ ഞാനൊന്ന് പറയുകയാണ് കേട്ടോ. തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇടാന്ന്. അതൊക്കെ അവന് ചെയ്യാനൊക്കെ അറിയാം. അവനങ്ങനെ പതിയെ ചെയ്തൊക്കെ തരും. നമ്മൾ കുറച്ച് കാലമൊക്കെ പിടിച്ചാൽ മതി, പുള്ളി തന്നെ ചെയ്തു തന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു വൈകുന്നേരം വ്ളോഗ് ഇവിടെ തീരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.